ഞാൻ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. കാരണം അങ്ങനെ പ്രതികരിച്ചിട്ട് അപ്പുറത്ത് വന്നത്. ഞാൻ പ്രതികരിക്കുന്ന വിഷയങ്ങൾ ശരിയല്ലെങ്കിൽ പറയാൻ തിരുത്തും. അപ്പൊ പാർട്ടി സഖാക്കൾക്ക് പ്രതികരിക്കാനുള്ളതാ. പാർട്ടി സഖാക്കള് എങ്ങോട്ട് പോകണ്ട? പോലീസ് സ്റ്റേഷനിൽ പോകണ്ട. പാർട്ടി സെക്രട്ടറി പഞ്ചായത്തിൽ ഏർപ്പെടണ്ട. പാർട്ടി സെക്രട്ടറി ഈ പറയുന്ന വില്ലേജ് ഓഫീസിൽ പോകണ്ട. പിന്നെ ആരാ പോകേണ്ടത്? ആരെങ്കിലും പോയിക്കോട്ടെ. അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കാൻ പാടില്ല. ഒരു വിഷയത്തിൽ ഇടപെടാൻ പാടില്ല. എന്താണ്? ഭയങ്കര സത്യസന്ധമായ ഭരണം, നീതിപൂർവമായ ഭരണം. അതല്ലേ എല്ലാവർക്കും സമം. എന്ത് സമം? ജനാധിപത്യത്തിൽ കുറച്ച് സ്വജനപക്ഷപാതം ഉണ്ടാവും. അല്ലാതെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ സ്വജനപക്ഷപാതം പരിപൂർണമായും മുഖ്യമന്ത്രി അവസാനിപ്പിച്ചു. ആയിക്കോട്ടെ, സമ്മതിച്ചു. എന്നാൽ അവിടെ നീതി നടപ്പാണ്ട്. അംഗീകരിച്ചു. നല്ല കാര്യം. അവിടെ മാർക്സിസ്റ്റുകാരനാണ് 2 കൊടുക്കുക. ഓട്ടോറിക്ഷ ഓടി വരുന്നവൻ CITന്റെ ബോർഡ് ഉണ്ടെങ്കിൽ 500 രൂപയാണ് സാധാരണ ഫൈനാണെങ്കിൽ അവൻ 1000. എത്ര സഖാക്കൾ വന്ന് പറഞ്ഞിട്ടുണ്ട്? വേട്ടയാണ് കമ്മ്യൂണിസ്റ്റുകാരെ കേരളത്തിൽ ഉടനീളം. എന്താ ഇവർക്കാർക്കും കണ്ണ് നിറയുന്നില്ലേ? എന്താ ഈ പാർട്ടി ലീഡർഷിപ്പ് ഇത് ഏറ്റെടുക്കാത്തത്? എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പത്രക്കാരോട് ഒരു കാര്യം വിശദമായി പറയാനുണ്ട്. നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ഇന്നെ എന്തോ ചെയ്തോ, പക്ഷേ ഞാൻ പറയുന്ന ഈ കാര്യം, കേരളം ഇന്ന് നേരിടുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഏറ്റവും വലിയ വിഷയം എന്താ മാഷെ? നമ്മുടെ സംസ്ഥാനം നേരിടുന്നു പൊതുജനങ്ങളുടെ രാഷ്ട്രീയമായ ഏറ്റവും വലിയ വിഷയം എന്താ? പറ, അരുൺ പറയും. അല്ല, നിങ്ങളത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചോ? കേരളത്തിലെ ജനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? പൊതുസമൂഹം നേരിടുന്നത്. അത് രണ്ടാമത്. അതിൽ വലിയ പ്രശ്നമുണ്ട്. അതൊന്നുമല്ല. ആരെങ്കിലും ഐക്യമുള്ളതുകൊണ്ട് വരുത്തുന്നുണ്ടെങ്കിൽ പറയും. കേരളത്തിലെ പൊതുസമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭയാനകമായ ഒരു വിഷയമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണിത്. ഞാൻ പറയാം. സമയങ്ങൾ എന്താണ്? അതൊന്നുമില്ല, അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക? നമ്മൾ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനത്തുണ്ടെന്നാണ്. ഞാനിത് പരിശോധിച്ചു. തമിഴ്നാട്ടിൽ, കർണാടക, മഹാരാഷ്ട്ര, ഇവിടെയൊക്കെ നമുക്ക് കുറേ ബന്ധങ്ങളുണ്ട്. ഹൈദരാബാദ്, ആന്ധ്ര, ഡൽഹി, നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പോൾ ഇല്ലാത്തൊരു കാര്യം കേരളത്തിൽ എന്താ പറയുക? നിങ്ങളിത് റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും എല്ലാ വലിയ നേതാക്കന്മാരും ഒന്നാണ്, ഒറ്റക്കെട്ടാണ്. കേരളം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതാണ്. ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇവിടെ അതിപ്രമാദമായ ഒരു കേസും തെളിയപ്പെടില്ല. ജനങ്ങൾ ഇങ്ങനെ വിചാരിക്കും ഇപ്പൊ തെളിയെന്ന് വിചാരിക്കും. എന്താ തെളിയാത്തത്? ഇവരൊക്കെ ഒറ്റക്കെട്ടാണ്. അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ അത് രാത്രി ഇവർ ഷെയർ ചെയ്യും. ആ ഷെയർ ചെയ്യൽ കേരള സമൂഹം, പ്രത്യേകിച്ച് യുവാക്കള്, വളർന്നു വരുന്ന തലമുറ, ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി അതാണ്. ഒരാൾക്കും ഈ വിഷയത്തിൽ അവരുമായി പറയുന്ന നേതൃത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ടാണ് ഇവിടെ പല കേസുകളും തെളിഞ്ഞു വരാത്തത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പം ഇത്രയും വിഷയം ഞാൻ ഏറ്റെടുത്ത് ഞാൻ മുന്നോട്ട് വരികയാണ്. ഞാൻ എത്ര ദിവസം ഉണ്ടാകും, ഇന്ന് എവിടെ തട്ടും, എവിടെ ജയിലിലിടും, ഒന്നും പറയാൻ കഴിയില്ല.